السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ബഹുമാന്യരായ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതിന്റെ കാര്യം നമ്മളൊക്കെയും മനസ്സിലാക്കിയതുപോലെ ഇവിടെ ഒരു പണ്ഡിത സംഗമം നടക്കുകയാണ്. നന്ദിയിലെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പോഷക ഘടകങ്ങളടക്കം ഒന്നിച്ച് ഇത്തരം ഒരു പരിപാടിക്ക് മുൻകൈയെടുക്കുമ്പോൾ എന്താണ് ഈ പരിപാടിയിലൂടെയൊക്കെ ഈ പ്രസ്ഥാനം ലക്ഷ്യമാക്കുന്നത് എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടാകും. ഈ വേളയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളക്കരയിൽ ഒരു നൂറ്റാണ്ട് കാലമായി വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ മാതൃകാപരമായ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീനും അതിന്റെ പോഷക ഘടകങ്ങളും ഈ പ്രസ്ഥാനത്തിന്, ഈ സമുദായത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ആദർശം ഇസ്ലാമിന്റെ തനതായ ആദർശമാണ്. വളച്ചുകെട്ടില്ലാതെ, കൂട്ടിച്ചേർക്കാതെ, വെട്ടിച്ചുരുക്കാതെ കൃത്യമായ അതിന്റെ തനിമയാർന്ന രൂപത്തിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കുക എന്ന താല്പര്യവുമായിട്ടാണ് ഈ പ്രസ്ഥാനം ഉടലെടുത്തിട്ടുള്ളത്. പലപ്പോഴും പ്രമാണങ്ങളിലൂടെ സഞ്ചരിക്കാൻ പൊതുജനം മടിച്ച കൂട്ടത്തിൽ പണ്ഡിതന്മാർ കൂടി ആ രംഗത്ത് പുറകോട്ടടിച്ച സന്ദർഭത്തിൽ ഏതാനും പണ്ഡിതന്മാർ ഇങ്ങനെ ആയാൽ കാര്യങ്ങൾ അവതാളത്തിലാകുമെന്നും ഇസ്ലാം പേരിൽ മാത്രം അവശേഷിക്കുന്ന ഒരവസ്ഥാവിശേഷം കടന്നുവരുമെന്നും ചിന്തിക്കുകയും, മുൻകാലങ്ങളിൽ അത്തരം പണ്ഡിതന്മാർ അതിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ച് യഥാർത്ഥ വഴിയിലേക്ക് സമുദായത്തെ നയിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് ഇത്തരം ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രമാണബദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്കറിയാം, നമ്മുടെ പ്രമേയം തന്നെ അനുഭവങ്ങളിലൂടെ, പ്രമാണങ്ങളിലൂടെ എന്നാണ്. ഈ പണ്ഡിതന്മാർക്ക് പറയാനുള്ളത് അതാണ്. പ്രമാണങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ പ്രമാണത്തിൽ നിന്ന് വഴിതെറ്റിയ ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നും, യഥാർത്ഥ പ്രമാണം ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ പിന്നീട് മടിച്ചു നിൽക്കാതെ, ശങ്കിച്ചു നിൽക്കാതെ ആ ആദർശം തുറന്ന് മനസ്സിലാക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് മറ്റൊരു ലക്ഷ്യത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയതല്ല. ഇതിന്റെ പിന്നിൽ മറ്റു ദുരുദ്ദേശങ്ങളില്ല. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നസീഹത്ത് മാത്രമാണ്. അദ്ദീനു അൻ നസീഹ. മതം എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. ആ ഗുണകാംക്ഷ നിർവഹണത്തിന്റെ ഭാഗമെന്നോണമാണ് ഈ പ്രസ്ഥാനം ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ ഗുണകാംക്ഷയാണ് ഇവിടെയുള്ള പൊതുസമുദായത്തോട് ഈ സംഘടനക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തങ്ങൾ മനസ്സിലാക്കിയ ഈ സത്യം അത് തങ്ങൾ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ എന്നും, ഇസ്ലാമാകുന്ന സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു മാർഗമായ ആ മാർഗത്തിന്റെ തനതായ രൂപം സമുദായത്തിലെ എല്ലാവരുടെയും കാതുകളിൽ എത്തണമെന്നും അതിയായി ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ പൊതുസമുദായത്തിന് എന്താണ് യഥാർത്ഥ ഇസ്ലാമിന്റെ മുഖമെന്ന്, എന്താണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് സമുദായത്തെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം, മസ്ഊലിയത്ത് പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുകൊണ്ട് അവർക്കത് പറയാനുള്ള ഒരു തുറന്ന അവസരം ഒരുക്കുകയും അതിലൂടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ഇവർ ആകൃഷ്ടരാകാൻ കാരണമായി തീർന്നത് എന്ന് അവർക്ക് അനുഭവങ്ങളിലൂടെ, പ്രമാണങ്ങളിലൂടെ വിശദീകരിക്കേണ്ടതുണ്ട്. അതിനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരം ഒരു സംഗമം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല, സമയം വൈകിയിട്ടുണ്ട്. എന്റെ പേരിൽ ഇവിടെ എന്റെ മേൽ കർത്തവ്യമായിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ മുജാഹിദ് പണ്ഡിത സംഗമത്തിൽ നമ്മോട് സംസാരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. നമ്മുടെ ഈ സദസ്സിന് അധ്യക്ഷം വഹിക്കുന്നത്
ബഹുമാനപ്പെട്ട KP അബ്ദുറഹ്മാൻ മൗലവിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സദസ്സിൽ പ്രസീഡിയം അലങ്കരിക്കുന്നത് CP അബ്ദുള്ള, തഖ്വ മൊയ്തു ഹാജി, കരിയാണ്ടി കുഞ്ഞി മുഹമ്മദ് ഹാജി, VKC മുഹമ്മദ് മുസ്ലിയാർ, ഹാരിസ് മുസ്ലിയാർ, ഹനീഫ മുസ്ലിയാർ, M അബൂബക്കർ നന്ദി എന്നിവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ SM ഐദീദ് തങ്ങൾ അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ആമുഖ ഭാഷണം നിർവഹിക്കുന്ന M അബ്ദുറഹ്മാൻ സലഫി അവറുകളെയും തുടർന്ന് നമ്മോട് സംസാരിക്കാൻ ഈ പ്രസ്ഥാനത്തിന്റെ വേദിയിലേക്ക് വന്നു ചേർന്നിട്ടുള്ള പണ്ഡിതന്മാരായ മഹ്മൂദ് ബാക്കവി, മുഹമ്മദ് ബഷീർ ദാരിമി, ഹുസൈൻ ദാരിമി, മുഹമ്മദ് ദാരിമി എന്നിവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അവസാനമായി ഈ പരിപാടിയുടെ ക്രോഡീകരണം എന്നോളം സംസാരിക്കുന്നത് പ്രശസ്ത പണ്ഡിതനും വാഗ്മിയുമായ ഡോക്ടർ KK സക്കരിയ സ്വലാഹി അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ഇത് ശ്രവിക്കാനും സത്യം ഉൾക്കൊള്ളാനും സന്നദ്ധരായിക്കൊണ്ട് വന്ന സജ്ജനങ്ങളായ നിങ്ങളെ ഏവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ KP അബ്ദുറഹ്മാൻ മൗലവിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ SM ഐദീദ് തങ്ങൾ അവറുകളെ ക്ഷണിക്കുന്നു. മമ്പുറം സയ്യിദ് കുടുംബാംഗം, പ്രമുഖ ഫിഖ്ഹി പണ്ഡിതൻ, വിവിധ പള്ളി ദർസുകളിൽ ഓതിപ്പടിച്ചു, വളരെ നേരത്തെ സലഫി ആദർശത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وأن محمد رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിലിരിക്കുന്ന അഭിവന്യരായ പണ്ഡിതരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ വരാനും നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കാനും സാധിച്ചതിൽ അതിൻ്റെ തൗഫീഖ് നൽകിയതിന് സർവശക്തനായ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. ഈ നാടിനെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ മുമ്പ് പ്രസംഗിക്കാൻ വന്നിട്ട് പരിചയമുണ്ട്. അങ്ങനെ ഈ നന്ദിയില് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനമുള്ള ഈ നാട്ടിൽ വന്ന് നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ സാധിച്ചതിന് ഏറെ സന്തോഷവുമുണ്ട്.
അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ പണ്ഡിതന്മാരായ ആളുകൾ, നമ്മൾ മറുപക്ഷത്തിരിക്കുന്ന പണ്ഡിതന്മാരായ ആളുകള്, അതില് ഇപ്പൊ കേരളത്തില് അത്യാവശ്യം തഹ്ഖീഖുള്ള പണ്ഡിതന്മാരുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ തന്നെയാണ്. നല്ല ഭയഭക്തിയുള്ള പണ്ഡിതന്മാർ സമസ്തയിലുണ്ട്. പക്ഷെ ഈ ഈ സൂക്ഷ്മത ഫുറൂഇയായ ചില വിഷയങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ അധിക്ഷേപിച്ച് പറയല്ല, ചില വസ്തുതകൾ പറയാണ്. ഒരു തലയിൽ കെട്ടും തല മറക്കാൻ വേണ്ടിയുണ്ട്. അത് പോരാത്തതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പൂർണ്ണമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പെരടിയിൽ ഒരു ടവലോ സാളോ ഇടുകയും ചെയ്യും. ഇത് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മുമ്പ് ഫിത്ർ സക്കാത്ത് നമ്മുടെ മുക്കത്തെ മോയിമോൻ ഹാജി സുന്നി പുസ്തകത്തിൽ എഴുതിയ മാതിരി ഫിത്ർ സക്കാത്ത് ശേഖരിച്ചിട്ട് ഓരോ മഹലിനെയും ഫിത്ർ സക്കാത്ത് ശേഖരിച്ചിട്ട് അതാത് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്നാൽ മാസം കണ്ട സന്ദർഭത്തില് സ്ത്രീകളും കുട്ടികളും വീട് വീടാന്തരം ഇറങ്ങിയിട്ട് ഭിക്ഷ യാചിക്കേണ്ടെന്ന ഗതികേട് വരില്ലല്ലോ എന്ന് വെച്ചിട്ട് മുക്കത്തെ ബീരാൻകുട്ടിയേജും അന്നത്തെ അവിടുത്തെ മുദർരീസും എന്റെ മാന്യ ഉസ്താദുമായ കാടിരി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയുള്ള ആളുകൾ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ഫിത്ർ സക്കാത്ത് മുക്കം യതീംഖാനയിൽ വെച്ച് വാരിക്കൊടുക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തില് സമസ്തയുടെ പിൽക്കാലത്ത് സെക്രട്ടറി ആയിരുന്ന EK അബൂബക്കർ മുസ്ലിയാരോട് ഫത്വ ചോദിച്ചപ്പോൾ അബൂബക്കർ മുസ്ലിയാര് അതായത് സൂക്ഷ്മത കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഓരോ വീട്ടിൽ നിന്നും ഫിത്ർ സക്കാത്ത് വാങ്ങിയിട്ട് വീട് വീടാന്തരം എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഫിത്ർ സക്കാത്ത് കൊടുത്ത വീട്ടിലേക്ക് തന്നെ ചിലപ്പം ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ ഉദ്ദേശം നടപ്പാകുകയില്ല എന്ന കുടുങ്ങിയ ചിന്ത കൊണ്ട് അതണ്ട് വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. ഇത് വറഇന് ഉദാഹരണമായി പറഞ്ഞതാണ്. അതായത് സൂക്ഷ്മതൊക്കെ നമ്മൾ റുക്കൂഇല് നിന്ന് ഇഅ്തിദാലിൽ വന്നിട്ട് രണ്ടാമത് സുജൂദിലേക്ക് പോകുന്ന സന്ദർഭത്തില് ചില ആളുകള് തുണി കീറാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ സാധാരണ ഇന്നത്തെ മാതിരിയുള്ള അല്ല, പെട്ടെന്ന് കീറാൻ സാധ്യതയുള്ള MS തുണികളൊക്കെ ആ തുണിയൊന്ന് ലേശം ഇങ്ങനെ പൊന്തിച്ചിട്ട് സുജൂദിലേക്ക് പോവാന്ന് പറഞ്ഞാൽ കറാഹത്ത് പാടില്ല. ഇതൊക്കെ വറയിന് വേണ്ടി പറഞ്ഞതാ. ഈ വറയ് നിസ്സാര കാര്യങ്ങളിൽ വറയ് കാണിക്കുന്ന പണ്ഡിതന്മാര് നമ്മളെ ഈമാൻ തന്നെ തെറ്റിപ്പോകുന്ന, വിശ്വാസം ഇല്ലാതായി തീരുന്ന ശിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകുമ്പോഴും അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോഴും എന്തുകൊണ്ട് ഈ വറയ് കാണിക്കുന്നില്ല ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. ഷാഫി ഇമാമിന്റെ മദ്ഹബില് ഖബറിന്റെ മുകളിൽ കെട്ടിടമുണ്ടാക്കലും അത് മോടി പിടിപ്പിക്കലും അത് ഭംഗിയാക്കലും ഹറാമാകുന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്ര 2-ാം ജുസ് 17-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞു, അൽ മൻഖൂലുൽ മുഅ്തമദു കമാ ജസമ ബിഹിൻ നവവി ഹുർമത്തുൽ ബിനായി ഫിൽ മഖ്ബറത്തിൽ മുസബ്ബല ഫൈൻ ബുനിയ ഫീഹാ ഹുദിമ വലാ ഫർഖ ഫീ ദാലിക ബൈന ഖുബൂരിൽ ഉലമാഇ വസ്സാലിഹീൻ. ഇബ്നു ഹജറുൽ ഹൈതമി ആഖിറുൽ മുഹഖഖീൻ, ഷാഫി ഇമാമിന്റെ മദ്ഹബിലെ ആഖിറുൽ മുഹഖഖീൻ എന്ന പേരില് വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്നു ഹജറുൽ ഹൈതമി പറയാണ്, ഷാഫി ഇമാമിന്റെ മദ്ഹബിലെ പ്രാമാണികവും ആധികാരികവുമായ അഭിപ്രായം മുസ്ലിങ്ങളെ മറമാടുന്ന സ്ഥലത്ത് ഖബറിന്റെ മുകളിൽ കെട്ടിടമുണ്ടാക്കൽ ഹറാമാകുന്നു എന്നുള്ളതാണ്.
ഷാഫി ഇമാമിന്റെ മദ്ഹബില് കിതാബ് എഴുതിയിരിക്കുന്ന മിക്ക പണ്ഡിതന്മാരും ഈ കാര്യം പറയുന്നുമുണ്ട്. ഇമാം നവവി, രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ വറയ് കാണിക്കുന്ന പണ്ഡിതന്മാർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വറയ് കാണിക്കുന്നില്ല? ഇസ്ലാമിന്റെ പ്രധാനവുമായ കാര്യമാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കാൻ പാടില്ല, ആരായിരുന്നാലും ശരി. അതുപോലെ തന്നെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ആരായിരുന്നാലും ശരി. ഇസ്ലാമിന്റെ പ്രധാനവുമായ ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നിടത്ത് എവിടെ പോയി നിങ്ങളെ വറ? കാടേരി തുടങ്ങിയുള്ള പണ്ഡിതന്മാരോട് അന്ന് ശിഷ്യനായിരിക്കെ തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എവിടെ ഈ വറ? ഈ സൂക്ഷ്മത എവിടെ? ഉറുമ്പ് പോകുന്നത് കാണും, ആന പോകുന്നത് കാണുകയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഖബറിന്റെ മുകളിൽ കെട്ടിടമുണ്ടാക്കല് ബിംബാരാധനയ്ക്ക് തുല്യമാണ് എന്ന് ഇവര് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഇമാം റാസി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പോലും പറയുന്നുണ്ട്. ഇന്നഹും വദഉ ഹാദിഹിൽ അസ്നാമ വൽ ഔസാന അലാ സൂരി അംബിയാഹിം വഅകാബിരിഹിം. ഇമാം റാസി പറയാണ്, മക്കത്തെ മുശ്രിക്കീങ്ങള്, അബൂജഹൽ, ഉത്ബ, ശൈബ തുടങ്ങിയുള്ള ആളുകള് അവരെ ദീനില് ബിംബങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ വെച്ച് അവയെ പൂജിച്ചത് അലാ സുവരി അംബിയാഹിം വഅകാബിരിഹിം. അവരെ മതത്തിലെ പണ്ഡിതന്മാരുടെയും ഔലിയാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും രൂപം വെച്ചുകൊണ്ടായിരുന്നു, ആ രൂപത്തിലായിരുന്നു അവർ ബിംബങ്ങളും പ്രതിമകളും ഒക്കെ സ്ഥാപിച്ചിരുന്നത്. എന്നിട്ട് ഇമാം ഷാഫി പറയുന്നു, വനദീറുഹു ഫീ ഹാദൽ സമാനി ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅലീമി ഖുബൂരിൽ അഖാബിർ. ഇമാം ഫഖറുദ്ദീൻ റാസി പറയാം, വനദീറുഹു ആ ബിംബാരാധനയ്ക്ക് തുല്യമാണ്. വനദീറുഹു ഫീ ഹാദൽ സമാനി, ഈ കാലഘട്ടത്തിൽ, അതായത് റാസി ഇമാമിന്റെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു, ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖ്, ഭൂരിപക്ഷം ആളുകളും കഴിഞ്ഞുകൂടുന്നത് ബിതഅലീമി ഖുബൂരിൽ അകാബിരി, ഔലിയാക്കന്മാരുടെ ഖബർ ബഹുമാനിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നത് ആ ബിംബാരാധനയ്ക്ക് തുല്യമാണ്. മമ്പുറം ജാറം ഉദാഹരണത്തിന്, ആ ജാറത്തിന്റെ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ 7-1 ഞങ്ങൾ ഐദീദ് കുടുംബത്തിന്റെ അവകാശമുള്ളതാണ്. ആ ജാറം, ആ ഖബർ കെട്ടിപ്പൊതിച്ചു വെച്ചിരിക്കുന്നു. അതിന്റെ പുറമെ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ആ ഖബർ ആക്കിയിട്ട് ആ ഖബറിന് പെട്ടികൊണ്ട് ഒരാവരണം, പച്ച പരവതാനികൾ കൊണ്ടും പട്ടുകൊണ്ടും ആ ഖബർ പൊതിഞ്ഞിരിക്കുന്നു. എന്തിനാ? മമ്പുറത്തങ്ങൾക്ക് തണുക്കും വിചാരിച്ചിട്ടാണോ? അതല്ലെങ്കിൽ കൊതുകടിക്കുമെന്ന് വെച്ചിട്ടാണോ? തലക്കും പുറത്തും കാക്കും പുറത്തും കൊടി, പല നിലക്കുള്ള കൊടികള് ഖബർ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ആ പ്രദേശത്ത് കോളറ, വസൂരി തുടങ്ങിയുള്ള മാരക രോഗങ്ങൾ വരുമ്പോൾ, അതുപോലെ തന്നെ വെള്ളത്തിന് ക്ഷാമം, മഴ കിട്ടാത്ത കാലഘട്ടത്തിൽ അവിടുത്തെ കൊടിയെടുത്തിട്ട് നാട് മുഴുവൻ നടന്ന് ആ നിലയ്ക്ക് ഖബറിനെ ബഹുമാനിക്കുന്നു. അന്ന്, അതായത് ഞാൻ തിരൂരങ്ങാടി ഗവൺമെന്റ് ഹൈസ്കൂളില് പഠിപ്പിച്ചിരുന്ന 82, 83 കാലഘട്ടങ്ങളില് ഒരു ദിവസം സ്കൂൾ വിട്ട് പോകുമ്പോ നോക്കിയപ്പം പോക്കരുമൊല്ലാക്ക അവിടുത്തെ കാർമ്മികനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് കുറെ ആളുകൾ കൊടിയും വടിയായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. അവിടെ കൊടിയെടുക്കണമെങ്കിൽ, വലിയ കൊടിയെടുക്കണമെങ്കിൽ 82-ല് 250 രൂപയാണ്. അതിന്റെ ഇടത്തരം കൊടി എടുക്കണമെങ്കിൽ 125. അതിനേക്കാൾ കുറച്ചും കൂടി ചെറിയ കൊടിയാണെങ്കിൽ 75. ഏറ്റവും ചെറിയ കൊടി നമ്മളെ കുട്ടികളുണ്ടല്ലോ, നബിദിനത്തിന് കൊണ്ട് നടക്കുന്ന കൊടി മാതിരിയുള്ള ചെറിയ കൊടികളാണെങ്കിൽ 25 രൂപ. ഈ കൊടിയും എടുത്തുകൊണ്ട് ചെണ്ടയും മുട്ടയിട്ട് നിരോധിക്കപ്പെട്ട കാര്യമാണത്. ചെണ്ടയും മുട്ടിക്കൊണ്ട് നാടാന്തരം നടക്കുന്നു. ഞാൻ സ്കൂളിൽ ഇറങ്ങി വരുമ്പോൾ അത് കണ്ടത്. പോക്കർ മുസ്ലിമായിട്ട് ചോദിച്ചു, എന്തേ കയ്യോണ്ട് ചോദിച്ചു. അദ്ദേഹം മോളിലേക്ക് കാണിച്ചു. നല്ല മഴക്കാറുണ്ട്, മഴ ഇല്ലായിട്ട് മഴ പെയ്യാൻ വേണ്ടി കൊടിയെടുത്തതാണ്.
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ മയക്കാറുണ്ട് പോയി. പിറ്റേന്ന് ചെമ്മാട്ടങ്ങാടിയിൽ വെച്ച് ഒരു പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചു, ആ മുസീബത്തിന്റെ കൊടിയെടുത്ത കാരണത്താൽ പെയ്യാൻ വിചാരിച്ച മഴയും പെയ്യാതാണ്ട് പോയി. ഞാൻ പറഞ്ഞു, എന്റെ നാട്ടുകാരോട്, പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ രക്ഷിതാക്കളെ, നിങ്ങളൊന്ന് ആലോചിക്കണം. അവിടെ ഈ കൊടിയുടെ കാശ് പോകുന്നത് നമ്മളെ ആളാപ്പാർക്കും നമ്മളെ അമ്മായിക്കുമാണ്. SIG ഫിരി, അസഞ്ചി ഫിരി, കുഞ്ഞീവി അമ്മായി, ഇവർക്കാണ് ഈ കാശ് പോകുന്നത്. നമ്മളെ അളാപ്പാര് മമ്പറത്ത് പുൽപ്പറമ്പില് 100 കണക്കിന് ഏക്കറ നെൽകൃഷി ചെയ്യുന്നുണ്ട്. എന്നാലും മഴയില്ലാത്ത സന്ദർഭത്തിൽ ഇവരാരെങ്കിലും ഈ കൊടിയിട്ട് അവിടെ നടക്കുവോ? ഇല്ല. അവിടുന്ന് പിരിഞ്ഞു കിട്ടുന്ന കാശുമായി കോയമ്പത്തൂർ പോയി ശക്തിയായ നല്ല ഹോസ് പവറുള്ള മോട്ടർ കൊണ്ടുവന്നിട്ട് പാറക്കടവ് പുഴയിൽ വെച്ചിട്ട് അടിച്ച് വെള്ളം കയറ്റിയില്ല കൃഷി ചെയ്യുന്നത്. സാധാരണക്കാരായ ആളുകൾക്കോ പൊടിയും പൊടിയും. അതാണ് ഇമാം റാസി പറഞ്ഞത്, ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅദീമി ഖുബൂരിൽ അകാബിരി. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഖബർ ബഹുമാനിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നത് ആ ബിംബാരാധനയ്ക്ക് തുല്യമാണ്. ഖബറിന്റെ അരികിൽ വിളക്ക് കത്തിച്ചു വെക്കാൻ പാടില്ല, മോടി പിടിപ്പിക്കാൻ പാടില്ല, അവിടെ ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന സംഗതികളൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ചെയ്യുന്നു. ഈ വറയുള്ള പണ്ഡിതന്മാർ എവിടെ പോയി? ഈ സൂക്ഷ്മതയുള്ള തലീക്കെട്ട് കെട്ടുന്നിടത്ത് തലീക്കെട്ട് മാത്രം പോരാ, പെരടി മറക്കാൻ കൂടി വേറൊരു കഷ്ടം വേണം എന്നൊക്കെ വറയു കാണിക്കുന്ന പണ്ഡിതന്മാരുടെ വറ അവിടെ പോയി? ഇവരെ ശിഷ്യന്മാരായ ആളുകള്, പ്രാസംഗികന്മാരായ പല ആളുകളും അള്ളാഹുവിന്റെ ദീനിൽ ഹലാലായ കാര്യങ്ങള് ഹറാമാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് നാട് നിങ്ങളെ പ്രസംഗിച്ചു നടക്കുന്നു. ഹറാമായ കാര്യം, ഹലാലായ കാര്യം ഹറാമാക്കാൻ വേണ്ടിയിട്ട് ഈ വറയുള്ള പണ്ഡിതന്മാർ എവിടെ പോയി അത് തടയാൻ? ഇവര് പറയുന്നുണ്ടല്ലോ, പെണ്ണുങ്ങള് പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കല്, ജുമാ നമസ്കരിക്കല് ഹറാം. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ഏത് കിതാബ് പറഞ്ഞു? ഇമാം ഇബ്നുൽ മുൻദിർ പറയുന്നത്, പെണ്ണുങ്ങൾ പള്ളിയിൽ പോയി ജുമാ നമസ്കരിച്ചാൽ അത് ജായിസാണ്, അനുവദനീയമാണ് എന്നുള്ളതിന് മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഉണ്ട്. ഈ വറയുള്ള പണ്ഡിതന്മാര് പറയുന്നു ഹറാമാണ്. ഷാഫി ഇമാമിന്റെ മദ്ഹബിലെ ആധികാരികമായ കിതാബ് ശർഉൽ മുഹദ്ദബ് 4-ാം ജുസ് 484-ാമത്തെ പേജില് ഇമാം നബവി രേഖപ്പെടുത്തുന്നു, ഫഖദ് നഖല ഇബ്നുൽ മുൻദിരി വഗൈറുഹു അൽ-ഇജ്മാ അലാ അന്നഹാ ലൗ ഹദറത് വസല്ലത്തുൽ ജുമുഅ ജാദ. ഇമാം നബവി രേഖപ്പെടുത്ത ഇബ്നുൽ മുൻദിർ പറഞ്ഞിരിക്കുന്നു, മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഉണ്ട്, മുസ്ലിം പണ്ഡിതന്മാരുടെ ഇജ്മാഉണ്ട്. പെണ്ണ് പള്ളിയിൽ പോവുകയും ജുമാ നമസ്കരിക്കുകയും ചെയ്താൽ ജാദ, അത് അനുവദനീയമാണ്, ഹറാമാണെന്ന് ഇവര് പ്രസംഗിച്ചു നടക്കുന്നു. എവിടെ പോയി നിങ്ങൾ പറയാൻ? പിന്നെയും രേഖപ്പെടുത്തുന്നു, ഫഖദ് സബതത് ബിൽ ഹദീസ് സ്വഹീഹ അൽ മുസ്തഫീദ. വിവിധ പരമ്പരകളിലൂടെ വന്ന ഒരമ്പാടും സഹിയായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു. പെണ്ണുങ്ങള് നബിന്റെ പള്ളിയില്, നബിന്റെ കാലത്ത് നബിന്റെ പള്ളിയില് നബിന്റെ പിന്നിൽ വെച്ചിട്ട് ജമാഅത്തായി ജുമാ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന കാര്യം ഒരുപാട് സഹിയായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എവിടെ ഇത് ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ വിഷയകമായി ആധികാരികമായി സവിസ്തരം പ്രതിപാദിക്കാൻ എന്റെ പിന്നിൽ പണ്ഡിതന്മാരുണ്ട്. ഞാൻ അവരെ സമയം കവർന്നെടുക്കല്ല ചെയ്യുന്നത്, അവർക്കാണ് നമ്മൾ സമയം കൊടുക്കേണ്ടത്. ഇത്രയും കാര്യം ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമത്തില് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുദർശനമായ ഭാഷണത്തിലൂടെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച SMID തങ്ങൾക്ക് കൃതജ്ഞത അറിയിക്കുകയാണ്. അടുത്തതായി ആമുഖ ഭാഷണം. ഇസ്ലാഹി ആദർശത്തിന്റെ അജയ്യത വിളിച്ചോതിയ വാഴക്കാട് സുന്നി മുജാഹിദ് ഖണ്ഡനമുൾപ്പെടെ നിരവധി വാദപ്രതിപാദങ്ങൾക്ക് നേതൃത്വം നൽകി കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന സെക്രട്ടറിയായ
എം അബ്ദുറഹ്മാൻ സലഫി ആണ്. ഇപ്പോൾ അദ്ദേഹം എടവണ്ണ ജാമിയ നദവിയയുടെ മുഖ്യ സാരഥിയും കൂടിയാണ്. ആമുഖ ഭാഷണത്തിനു വേണ്ടി എം അബ്ദുറഹ്മാൻ സലഫിയെ ക്ഷണിക്കുന്നു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത അഭിവന്യനായ സയ്യിദ് മുഹമ്മദ് ഐദീദ് തങ്ങൾ, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട ഇസ്ലാഹി പ്രവർത്തകന്മാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, ഭൂമുഖത്ത് മാനവ സമൂഹത്തിന് നേറുവഴി കാണിച്ചു കൊടുക്കുന്നതിന് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു അവന്റെ സന്ദേശം ആദിമ മനുഷ്യൻ തൊട്ട് അവതരിപ്പിക്കുകയായിരുന്നു. ആ സന്ദേശമനുസരിച്ചാണ് ആദം തന്റെ ഭാര്യ സന്തതികൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ നേറുവഴിയിലേക്ക് നയിച്ചത്. 10 തലമുറകൾ കഴിഞ്ഞുപോയപ്പോൾ ആളുകൾ ആ നേറുവഴിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കുവാൻ തുടങ്ങി. ആ സന്ദർഭത്തിലാണ് അല്ലാഹു പ്രവാചകരായ നൂഹ് നബിയെ നിയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ 950 വർഷക്കാലം നീണ്ടുനിന്ന പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഒരു പിടി ആളുകൾ അദ്ദേഹത്തെ പിൻപറ്റുകയും നേറുവഴിയിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തു. ധിക്കാരികളും അധർമ്മകാരികളും അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത അക്രമികൾ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ അനുഗ്രഹം ആസ്വദിച്ച് അവന് നന്ദി കാണിക്കാൻ സന്മനസ് കാണിക്കാത്ത നന്ദികെട്ട ആളുകൾക്ക് ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ വായുവും വെള്ളവും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നതിൽ ധാർമ്മികമായ അവകാശമില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ആ സമൂഹം ഭൂമുഖത്ത് നിന്ന് പ്രളയത്തിലൂടെ തുടച്ചു നീക്കപ്പെടുകയായിരുന്നു. ആ പ്രവാചകന്റെ കൂടെ നേർവഴിയിലൂടെ നടന്നുപോയ ആളുകൾ തലമുറകൾ മാറി വന്നപ്പോൾ വീണ്ടും നേർവഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് പ്രവാചകന്മാർ ഭൂമുഖത്ത് നിരന്തരമായി നിയോഗിക്കപ്പെടേണ്ടി വന്നത്. ഈ വ്യതിയാനവും നേർവഴിയിൽ കഴിഞ്ഞുകൂടിയവരും ഉൾക്കൊള്ളുന്നതാണ് മാനവതയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബിക്ക് അവതരിച്ചു തുടങ്ങിയ നേർമാർഗം അതിന്റെ സമ്പൂർണവും പരിപൂർണവുമായ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനാണ് പ്രവാചകൻ അല്ലാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. ആ ഖുർആനിന് ആധികാരിക വിശദീകരണം ആവശ്യമായത് തന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അവിടുന്ന് നൽകിയിട്ടുള്ളത് തന്റെ ബുദ്ധിക്കനുസരിച്ചോ തന്റെ ചിന്തക്കനുസരിച്ചോ തനിക്ക് തോന്നിയ വിധത്തിലോ ആയിരുന്നില്ല. മറിച്ച് അല്ലാഹുവിൽ നിന്ന് വഹയ്യായി ലഭിച്ച ആ ദിവ്യ സന്ദേശം തന്നെയാണ് വിശുദ്ധ ഖുർആൻ പോലെ പ്രവാചകന്റെ വചനങ്ങൾ, പ്രവാചകന്റെ ചര്യ അഥവാ സുന്നത്ത് എന്ന് പറയുന്നത്. ഈ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് 23 വർഷക്കാലം കൊണ്ട് അവിടുന്ന് 13 വർഷം മക്കായിലും 10 വർഷം മദീനായിലുമായി ഒരു ഉത്തമ സമൂഹത്തെ വളർത്തിയെടുത്തത്.
അങ്ങേയറ്റത്തെ അന്ധവിശ്വാസത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന, മദ്യത്തിലും മധുരാക്ഷിയിലും കഴിഞ്ഞുകൂടിയിരുന്ന, കൊള്ളയിലും കൊലയിലും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സമൂഹത്തെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം നേർവഴിയിലൂടെ നടന്നു നീങ്ങുന്ന സംസ്കരിക്കപ്പെട്ട ഉത്തമന്മാരായി ഒരു മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിര് കവിയാതെയും വീഴ്ച വരുത്താതെയും ഉമ്മത്തൻ വസത ഖൈറ ഉമ്മ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച മധ്യമ സമുദായമായി, ഉത്തമ സമുദായമായി ആ പ്രവാചകൻ വളർത്തിയെടുത്ത ആ സമൂഹം, അവരെ അറഫ മൈതാനിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഓ പ്രവാചക, വിളംബരം ചെയ്യൂ, ജനങ്ങളോട് വിളംബരം ചെയ്യൂ, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ പരിപൂർണമാക്കുകയും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന വിളംബരത്തോടുകൂടി ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു. അതിലേക്ക് ചേർക്കുവാനില്ല, അതിൽ നിന്ന് ഒഴിവാക്കുവാനില്ല. ആ പ്രവാചകന് മരണം വരെ അല്ലാഹുവിൽ നിന്ന് ലഭിച്ച വഹ്യ്, ആ വഹ്യിന്റെ സമാഹാരമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആനായി വന്ന വഹ്യും, ഖുർആനിന് പുറമെ അത്ര തന്നെ വന്ന മറ്റു വഹ്യും, ഖുർആനും സുന്നത്തും, അതാണ് ഇസ്ലാം. പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തോട് നിങ്ങൾ അടുപ്പിക്കുന്ന ഒരു കാര്യവും നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ വിട്ടുപോയിട്ടില്ല. ഇതിലേക്കൊരു നമസ്കാരം കൂട്ടിച്ചേർക്കാനില്ല, ഇതിലേക്കൊരു നോമ്പ് കൂട്ടിച്ചേർക്കാനില്ല, ഇതിലേക്കൊരു ബാങ്ക് കൂട്ടിച്ചേർക്കാനില്ല, ഇതിലേക്കൊരു ആരാധനയും ഒരു അനുഷ്ഠാനവും കൂട്ടിച്ചേർക്കാനില്ല. മതമെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടതെന്തോ ചെയ്യാനുള്ളതെന്തോ അത് പരിപൂർണമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അത് പരിപൂർണമായി ഞാൻ നിങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു, അത് പരിപൂർണമായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇതനുസരിച്ച് ജീവിച്ചാൽ മതി, ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. രണ്ടു കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ ആ നേർവഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോവില്ല, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കില്ല. ഒന്ന് കിതാബ് അല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്. രണ്ടാമത്തേത് വസുന്നത്ത് റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുമാണ് എന്ന് പ്രവാചകൻ അവരെ അറിയിക്കുകയുണ്ടായി. ആ പ്രവാചകൻ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടെ വെച്ച് പറഞ്ഞത്, അലാ ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഇവിടെ വന്നവർ വരാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ. ഇസ്ലാമിനെ പറ്റി കേട്ടവർ, മനസ്സിലാക്കിയവർ, പഠിച്ചവർ, കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഒരു പ്രത്യേക കുടുംബത്തിനോ ഗോത്രത്തിനോ വർഗത്തിനോ ജാതിക്കോ കാലഘട്ടത്തിൽ ജീവിച്ചവർക്കോ ദേശക്കാർക്കോ ഭാഷക്കാർക്കോ വേണ്ടി മാത്രമുള്ളതല്ല. നേരെ മറിച്ച് ഉമ്മുൽ ഖുറാ വമൻ ഹൗലഹാ, ഈ ഉമ്മുൽ ഖുറാ എന്ന മക്കായിലും അതിന്റെ പരിസരത്തായി ചുറ്റുമായി ലോകത്ത് പരന്നു കിടക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ്. അവർക്ക് താക്കീത് നൽകുവാൻ, മുന്നറിയിപ്പ് നൽകുവാനുള്ളതാണ്. ഇത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതല്ല, വരും നാളുകളിൽ ജനിക്കാനിരിക്കുന്ന, ലോകാവസാനം വരെ ഭൂമുഖത്ത് ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറകളിലേക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കേണ്ട ചുമതല തന്റെ അനുചരന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, ഇതാ ഇനി വരാനിരിക്കുന്ന ഒരു ഖലീഫയുണ്ട്, അദ്ദേഹത്തെ പിൻപറ്റണം, അയാളുടെ വാക്കുകൾ സ്വീകരിച്ചാൽ മതി, അന്ധമായി അനുകരിച്ചാൽ മതി എന്നല്ല. അതേപോലെ തന്നെ പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഒരു ഇമാമുണ്ട്, ഒരു ഹോജയുണ്ട്, ഒരു നേതാവുണ്ട്, ഒരു പണ്ഡിതനുണ്ട്, ഒരു തങ്ങളുണ്ട്, ഒരു മഹാനുണ്ട്, അദ്ദേഹത്തെ പിൻപറ്റിയാൽ മതി, അദ്ദേഹത്തിന്റെ വാക്കുകൾ ചോദ്യം ചെയ്യപ്പെടാതെ സ്വീകരിച്ചാൽ മതി എന്നല്ല അല്ലാഹു പറഞ്ഞത്, എന്നല്ല റസൂല് പറഞ്ഞത്, എന്നല്ല അവിടുത്തെ ഖലീഫമാര് പറഞ്ഞത്, എന്നല്ല സഹാബത്ത് പറഞ്ഞത്, എന്നല്ല
താബിഈങ്ങൾ പറഞ്ഞത്, എന്നല്ല തബഉ താബിഈങ്ങൾ പറഞ്ഞത്, എന്നല്ല ഇമാമിങ്ങൾ പറഞ്ഞത്, എന്നല്ല അഹ്ലുസുന്നത്തിന്റെ നേതാക്കൾ പറഞ്ഞത്. എല്ലാവരും പറഞ്ഞത് അല്ലാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും സ്വീകരിക്കണമെന്നാണ്. അതാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും. വിശ്വാസികളെ, അല്ലാഹുവിനെ അനുസരിക്കുവിൻ, അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുവിൻ, നിങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കളെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കുവിൻ. അനുസരിക്കണം അല്ലാഹുവിനെയും റസൂലിനെയും നേതാക്കളെയും. എന്നാൽ നിങ്ങൾക്കിടയിൽ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, വല്ല വിഷയത്തിലും നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ, അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ തർക്കമുള്ള പ്രശ്നം നിങ്ങൾ മടക്കേണ്ടത് അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അവിടെ ഉലുൽ അംർ എന്ന് അല്ലാഹു പറഞ്ഞില്ല, ഉലുൽ അംറിലേക്ക് മടക്കണമെന്ന് പറഞ്ഞില്ല. മറിച്ച് അല്ലാഹു പറഞ്ഞത് തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്, പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്. നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങൾ രണ്ടാണ്. ഒന്ന് അല്ലാഹുവിന്റെ വചനങ്ങളായ വിശുദ്ധ ഖുർആൻ, രണ്ടാമത്തേത് പ്രവാചകന്റെ ചര്യയായ സുന്നത്ത്. ഫറുദ്ദൂഹു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കണമെന്ന് പറഞ്ഞാൽ ഐ ഇലാ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിലേക്ക് മടക്കണമെന്നർത്ഥം. വഇലർ റസൂൽ, റസൂലിലേക്ക് മടക്കണമെന്ന് പറഞ്ഞാൽ ഇലാ സുന്നത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക് മടക്കണമെന്നാണ് അർത്ഥം. അവിടെ നേരത്തെ പറഞ്ഞ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും എന്ന് മൂന്നാമത് പറഞ്ഞ ഉലുൽ അംറിനെ രണ്ടാമത് തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ, പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ, നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ നമ്മൾ അവലംബിക്കേണ്ടത് കിതാബും സുന്നത്തുമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഉലുൽ അംറിനെ അവിടെ ആവർത്തിച്ചു പറഞ്ഞിട്ടില്ല. ഈ കാര്യം അടിവരയിട്ട് മനസ്സിലാക്കണം. എന്നാൽ വിവരമില്ലാത്ത ആളുകളാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ കിതാബ് ഓതിയിട്ടില്ല, ഞങ്ങൾ പള്ളി ദർസിൽ പോയിട്ടില്ല, ഞങ്ങൾ അറബി കോളേജിൽ പോയിട്ടില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? നമ്മളോടൊക്കെ പറഞ്ഞത്, മുഴുവൻ മനുഷ്യരോടും പറഞ്ഞത് ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് എന്താണോ അത് നിങ്ങൾ പിൻപറ്റുവിൻ എന്നാണ്. അത് നോക്കാതെ, അത് മനസ്സിലാക്കാതെ, അത് പഠിക്കാതെ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, കോളേജിൽ പോയി പഠിച്ചിട്ടില്ലെങ്കിൽ, ദർസിൽ പോയി പഠിച്ചിട്ടില്ലെങ്കിൽ, പഠിച്ച പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിച്ചു പഠിക്കണം. ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ള പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കുവിൻ. വിവരമുള്ള പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യാനല്ല പറഞ്ഞത്, അവരോട് ചോദിച്ചു പഠിക്കാനാണ് പറഞ്ഞത്. ചോദിക്കുക, ഈ വിഷയത്തിൽ എന്താണ് അല്ലാഹു പറഞ്ഞത്, എന്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? അല്ലാഹു പറഞ്ഞതും റസൂല് പറഞ്ഞതും അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും. ആ തെളിവ് എവിടെ എന്ന് ചോദിക്കണം. ഖുർആനിൽ ഉണ്ടോ എന്ന് ചോദിക്കണം, ഹദീസിൽ ഉണ്ടോ എന്ന് ചോദിക്കണം. ആ ഖുർആനിലും സുന്നത്തിലുമുള്ള തെളിവുകളാണ് സ്വീകരിക്കേണ്ടത്. അതല്ലാത്ത തെളിവുകൾ അല്ലാഹുവോ അവന്റെ റസൂലോ അവതരിപ്പിച്ചിട്ടുള്ളതല്ല എന്നർത്ഥം. ഈ കിതാബും സുന്നത്തും അതുമായി ബന്ധപ്പെട്ടതുമാണ് നമ്മുടെ പ്രമാണങ്ങൾ, നമ്മുടെ തെളിവുകൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിശ്വാസി തന്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കേണ്ടത്. ഞാൻ കിതാബൊന്നും ഓതാത്തവനാണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ജീവിച്ചു പോയി, എനിക്ക് പൊറുത്തു തരൂ നാഥ, ആലിമീങ്ങൾ പറഞ്ഞത് കേട്ട് ഞാൻ നടന്നു, അവരങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞു, ഞങ്ങളെ പിൻപറ്റിക്കോ എന്ന് പറഞ്ഞു. ഇത്തബിഉ സബീലനാ ഫൽനഹ്മിൽ ഖതായാകും, നിങ്ങൾ ഞങ്ങളെ പിൻപറ്റിക്കോളൂ, നിങ്ങൾ ചെയ്തു പോകുന്ന കുറ്റങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചില നേതാക്കള് ഞങ്ങളോടവരെ പിൻപറ്റാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അവരെ പിൻപറ്റിപ്പോയതാണ്. എന്നാൽ ആ നേതാക്കൾ എവിടെ? അല്ലാഹുവിന്റെ കോടതിയിൽ എവിടെ? പരലോകത്തെവിടെ? അവർക്കവിടെ എന്ത് ചെയ്യാനാവും? ഒന്നും ചെയ്യാൻ കഴിയില്ല. റബ്ബ്
റബ്ബിന്റെ കോടതിയിൽ ദുനിയാവിൽ വെച്ച് ആക്രോശിച്ച പോലെ ആക്രോശിക്കുവാൻ അവർക്ക് കഴിയില്ല. പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് അധികാരമെന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ അവിടെ കിസ്റ കൈസർമാരുണ്ട്, ലോകത്തെ വിറപ്പിച്ച ഭരണാധിപന്മാരുണ്ട്, സ്വേച്ഛാധിപതികളുണ്ട്, മഹാന്മാരായ ആളുകളുണ്ട്. ആർക്കാർക്കും ഒന്നും ഉച്ചരിക്കാൻ കഴിയുന്നില്ല. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആ ചോദ്യത്തിനുള്ള മറുപടി അത് ചോദിച്ച അല്ലാഹു തന്നെയാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹുവിന് മാത്രമാണ് ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം, മറ്റാർക്കുമില്ല എന്ന് അവിടുന്ന് അല്ലാഹു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആ പിൻപറ്റപ്പെട്ട നേതാക്കൾ പിൻപറ്റിയ അനുയായികളിൽ നിന്ന്, പാവം അനുയായികളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്, ഒഴിഞ്ഞു മാറുകയാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടവർ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പാവങ്ങളായ അനുയായികളും ആ ശൈഖന്മാരെ മുരീദുമാരായി കഴിഞ്ഞുകൂടിയവർ, അതേപോലെ തന്നെ ഇമാമീങ്ങളെ മുഖല്ലിദീങ്ങളായി കഴിഞ്ഞുകൂടിയവർ, ഉസ്താദിന്റെ അഭിപ്രായവും വാതൊടാതെ വിഴുങ്ങിയവർ, അവരൊക്കെ തന്നെ ഉസ്താദുമാരെ, നേതാക്കന്മാരെ, ഇമാമീങ്ങളെ, ത്വരീഖത്തിന്റെ മശായിഖുമാരെ നോക്കി നിൽക്കുമ്പോൾ അവർ പറയുന്നു, ഇല്ല, ഞങ്ങൾക്കൊന്നിനും കഴിയില്ല, ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ ആവില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സൃഷ്ടാവായ അല്ലാഹു തുടർന്നുകൊണ്ട് പറയുന്നത്, വഖാലല്ലദീന തബഉ ലൗ അന്ന ലനാ കററതൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. ഞങ്ങളെ പിൻപറ്റിക്കോ എന്ന് പറഞ്ഞ നേതാക്കള് ഇവിടെ വന്നപ്പോൾ ഒഴിഞ്ഞു മാറുകയാണല്ലോ. ഞങ്ങൾക്കെങ്ങാനും രണ്ടാമതൊരു മടക്കം ദുനിയാവിലേക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ നേതാക്കൾ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയ പോലെ ഇവരിൽ നിന്ന് ഞങ്ങളും ഒഴിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ രക്ഷയില്ലല്ലോ. റബ്ബിർജിഊൻ, നാഥാ, ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോകാൻ അവസരം താ എന്നവിടെ വെച്ച് പറയുമ്പോൾ, ഇല്ല, നിങ്ങൾക്ക് ഇനി ദുനിയാവിലേക്ക് മടക്കമില്ല. ദുനിയാവിൽ വെച്ച് നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമാണ് നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാനുള്ളതെന്ന മറുപടിയല്ലാതെ മറ്റു യാതൊന്നിനും അവർക്ക് കഴിയില്ല. സുഹൃത്തുക്കളെ, ഇതത്രേ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ആ കിതാബും സുന്നത്തും അനുസരിച്ച് പ്രവാചകന്റെ പിൻഗാമികള്, ഖലീഫമാരും, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആ നാല് ഖലീഫമാരും അവരുടെ കൂടെയും അവരുടെ ശേഷവും ജീവിച്ച മറ്റ് സഹാബികളും ആ കിതാബും സുന്നത്തും പിന്തുടർന്നുകൊണ്ടാണ്, ജീവിതത്തിൽ പിൻപറ്റിക്കൊണ്ടാണ്, അത് മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ജീവിച്ചത്. ആ മാർഗമാണ് അവരുടെ പിൻഗാമികളായ താബിഈങ്ങൾ പിൻപറ്റിയത്. താബിഈങ്ങളിലെ പ്രമുഖനായ ഹസനുൽ ബസരിയുടെ നേതൃത്വത്തിൽ അഹ്ലുസുന്നത്തിന്റെ നേതാക്കൾ താബിഈങ്ങളുടെ കാലത്ത് ആ കിതാബും സുന്നത്തുമാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതേ മാർഗമാണ് അയിമ്മത്തുൽ അർബഅത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ആ മാർഗമാണ് അബുൽ ഹസനുൽ അശ്അരി സ്വീകരിച്ചിട്ടുള്ളത്. ആ മാർഗമാണ് മുഹീദ്ദീൻ ശൈഖ് സ്വീകരിച്ചിട്ടുള്ളത്. ആ മാർഗമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ സ്വീകരിച്ചത്. ആ മാർഗമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സ്വീകരിച്ചത്. ആ മാർഗമാണ് ശംസുദ്ദീനുൽ ദഹബി സ്വീകരിച്ചത്. ആ മാർഗമാണ് ഹാഫിദ് ഇബ്നു കസീർ സ്വീകരിച്ചത്. ആ മാർഗമാണ് ഹാഫിദ് ഇബ്നു ഹജർ സ്വീകരിച്ചത്. ആ മാർഗമാണ് ഇമാമുദ്ദഅവ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് സ്വീകരിച്ചത്. ആ മാർഗമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരുന്ന സയ്യിദ് അഹ്മദ് സിർഹിന്ദിയെ പോലെയുള്ള, ഷാ വലിയുല്ലാഹ് ദഖ്ലവിയെ പോലെയുള്ള, ഷാ ഇസ്മായിൽ ഷഹീദിനെ പോലെയുള്ള, മൗലാന അരബിയെ പോലെയുള്ള, മൗലാന സന
സനാഉല്ലാ അമ്രസരിയെ പോലെയുള്ള, മൗലാന ഉബൈദുല്ലാ മുബാറക് പൂരിയെ പോലെയുള്ള, മൗലാന നവാബ് സിദ്ദീഖ് ഹസൻ ഖാനെ പോലെയുള്ള ലോകോത്തര പണ്ഡിതന്മാർ സ്വീകരിച്ചു വന്നത് ആ മാർഗമാണ്. ഈ കൊച്ചു കേരളത്തിൽ മക്ദി തങ്ങളെ പോലെയുള്ള, മാഹിൻ ഹമദാനി തങ്ങളെ പോലെയുള്ള, വക്കം മൗലവിയെ പോലെയുള്ള, കെ മൗലവിയെ പോലെയുള്ള, KM മൗലവിയെ പോലെയുള്ള, കരേക്കാട്ട് കുഞ്ഞിപ്പോക്ക് മുസ്ലിയാരെ പോലെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല അമരക്കാർ സ്വീകരിച്ചു വന്നത്. ആ മാർഗമനുസരിച്ചാണ് കേരളക്കരയിൽ ആദ്യത്തെ സംഘടന കേരള മുസ്ലിം ഐക്യ സംഘം രൂപീകരിക്കപ്പെട്ടതും അത് പ്രവർത്തിച്ചു പോന്നതും. ആ ഐക്യ സംഘത്തിന്റെ തീരുമാനപ്രകാരം കേരളത്തിലെ പ്രഥമ പണ്ഡിത സംഘടനയായ കേരള ജമിയത്തുൽ ഉലമാ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഉലമാ സംഘം എന്ന സംഘടന, കേരളത്തിലെ ഒന്നാമത്തെ പണ്ഡിത സംഘടന 1924 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്തതും അതിനുശേഷം 2 കൊല്ലം കഴിഞ്ഞാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. ആ സമസ്തയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുകൊണ്ടാണ് സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുണ്ടായത്. പിന്നെയാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുണ്ടായത്. പിന്നെ പലതും അങ്ങനെ നാൾക്ക് നാൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ചില വ്യക്തികളുടെ പേരിൽ ഓരോ സംഘടനകൾ തന്നെ പിൽക്കാലത്ത് വന്നു. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനം ആ മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി. ഈ പ്രസ്ഥാനം പല ആളുകളും ധരിച്ചതുപോലെ 1921 ശേഷം രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേരുകൾ 21 ചെന്ന് മുട്ടുന്നേയുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം മൗലവിമാരുടെ അഭിപ്രായങ്ങളാണ്. അൽമനാറിലും അൽ മുർഷിദിലും സൽസബീലിലും ഒക്കെ എഴുതി വെച്ച ആ മൗലവിമാരുടെ ചിന്തയിൽ ഉത്ഭൂതമായ ആശയങ്ങളാണ്. അല്ലാഹുവിൽ ശരിയായ വിശ്വാസമില്ലാത്തവർ, പ്രവാചകരിൽ ശരിയായ വിശ്വാസമില്ലാത്തവർ, സഹാബത്തിനെ തള്ളിപ്പറയുന്നവർ, ഔലിയാക്കളെ നിഷേധിക്കുന്നവർ, ഇസ്ലാമിലെ വിശ്വാസത്തെ തള്ളിപ്പറയുന്നവർ, ഇസ്ലാമിലെ ആചാരങ്ങളെ എതിർക്കുന്നവർ, ഇങ്ങനത്തെ ഒരു പിഴച്ച കക്ഷിയാണെന്ന ഒരു കുപ്രചാരണം ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്, അക്കൂട്ടത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുപോകുന്ന കഴിഞ്ഞകാല പണ്ഡിതന്മാരൊക്കെ തന്നെ. നിങ്ങൾ നോക്കൂ, മഹാനായ വക്കം മൗലവിയാകട്ടെ, KM മൗലവിയാകട്ടെ, MCC ആവട്ടെ, ഉമർ മൗലവിയാവട്ടെ, ഇതുപോലുള്ള പണ്ഡിതന്മാരും ഇന്ന് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാരുമൊക്കെ സുന്നി പണ്ഡിതന്മാരാണ്. സുന്നി ചിന്താഗതി അനുസരിച്ച് ഷാഫി മദ്ഹബിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് ഷാഫി ഫിഖ് പഠിച്ച് വഹാബികളെ എതിർക്കാൻ വേണ്ടി നടന്നവരാണ്. മഹാനായ KM മൗലവിയെ സംബന്ധിച്ച് വാഴക്കാട് ദർസിൽ പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ദർസ് നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ KC അബൂബക്കർ മൗലവി, മർഹൂം KC പറവണ്ണയുടെ ശിഷ്യനാണ്. KC പറവണ്ണ കിതാബ് ചൊല്ലിക്കൊടുത്തപ്പോ ചോദിച്ചു, അല്ല ഉസ്താദേ, ഈ കിതാബിൽ പറഞ്ഞ പോലെയല്ലേ വഹാബികൾ പറയുന്നത്, പിന്നെ നമ്മളെന്തിനാ അതിനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറവണ്ണയുടെ മറുപടി, അബൂബക്കറെ നിനക്കറിയുമോ ഇന്ന് കേരളത്തിൽ ഏറ്റവും വിവരമുള്ള ആൾ ആരാണെന്നറിയുമോ? അത് ഉസ്താദ് തന്നെ. ഏത് തിൽമീദും അങ്ങനെ വിചാരിക്കുക, എന്റെ ഉസ്താദാണ് ഏറ്റവും വലിയ ആലിം. KCയും അങ്ങനെ വിചാരിച്ചു. പോരെങ്കിലോ പറവണ്ണ വലിയ ആലിമുമാണല്ലോ. പക്ഷേ പറവണ്ണ പറഞ്ഞു, അല്ല അബൂബക്കറെ, തയ്യില് മുഹമ്മദ് കുട്ടി മൗലവി എന്ന് പറഞ്ഞ KM മൗലവിയെ കേട്ടിട്ടുണ്ടോ? അയാളാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ള കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ള തഹ്ഖീഖുള്ള പണ്ഡിതൻ എന്ന് പറഞ്ഞപ്പോൾ അന്ന് KC അബൂബക്കർ മൗലവിയുടെ മനസ്സിൽ ആ KM മൗലവിയെ കാണണമെന്നൊരു മോഹം മുളപൊട്ടി. തുടർന്നുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, പറവണ്ണ പറഞ്ഞു,
ആ KM മൗലവിയെ നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ പട്ടിയെ കല്ലെടുത്തെറിയുന്നത് പോലെ നമ്മുടെ സമുദായം കല്ലെടുത്തെറിയും. കാരണം എന്താണെന്നറിയുമോ? കിതാബിലുള്ള സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ്, കിതാബിലുള്ള സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ആ സത്യം തന്നെയല്ലേ പറയേണ്ടതെന്ന് കേസിയുടെ മനസ്സിൽ തോന്നി. അങ്ങനെയാണ് തിരൂരങ്ങാടിയിലേക്ക് പോയതും KM മൗലവിയുടെ കൂടെ 2 നാൾ താമസിച്ചതും ആ മനുഷ്യന്റെ രാപ്പകലുകൾ അദ്ദേഹം നിരീക്ഷിച്ചതും അത്ര വറഉള്ള ഇൽമുള്ള സംശയത്തിന് തഹ്ഖീഖോടുകൂടി മറുപടി നൽകുന്ന ഒരു മഹാപണ്ഡിതൻ ഈ മനുഷ്യനെ വിമർശിക്കുന്നത് എന്തിന് ന്യായം? കിതാബിലുള്ളതല്ലേ പറയുന്നു, തെളിവുള്ളതല്ലേ പറയുന്നു, അത് പറഞ്ഞതിന്റെ പേരിൽ എതിർക്കുന്നതിന് എന്ത് ന്യായം എന്ന് ചോദിച്ചതും KC അബൂബക്കർ മൗലവി കിതാബിൽ കണ്ടത് പറയാൻ തുടങ്ങിയപ്പോൾ KC വഹാബിയായി മാറുകയായിരുന്നു. അതേപോലെ തന്നെ മർഹൂം MK അലി അക്ബർ മൗലവി, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ സമസ്തയിലെ സമുന്നതനായ തലയെടുപ്പുള്ള പണ്ഡിതൻ ആമയൂര് മുഹമ്മദ് മുസ്ലിയാർ, ആ ജ്യേഷ്ഠനും ഉസ്താദുമായ മുഹമ്മദ് മുസ്ലിയാരോട് അലി അക്ബർ മൗലവി ചൂണ്ടലിടാൻ വേണ്ടി പോയി. ചൂണ്ടയിട്ടപ്പോൾ ചൂണ്ടലിന്റെ കൊളുത്ത് ഞണ്ട് ഇറുക്കിപ്പോയി. ഇത് ഞണ്ട് ഇറുക്കി മുറിച്ചു കൊണ്ടുപോവാതിരിക്കാൻ ഒരു ഇസ്മിന്റെ പണിയുണ്ട്. ആ ഇസ്മിന്റെ പണിയെടുത്ത് ചൂണ്ടലിൽ കെട്ടി വീണ്ടും ചൂണ്ടയിട്ടപ്പോൾ ഇസ്മിന്റെ പണി ഞണ്ടിനെങ്ങനെ അറിയും? പാവം ഞണ്ട്. മുസ്ലിയാർ ചെയ്ത അലി അക്ബർ മൗലവി അന്ന് മൗലവിയല്ല മുസ്ലിയാര. ആ അലി അക്ബർ മുസ്ലിയാർ ചെയ്തത് അറിയാത്ത, കിതാബ് ഓതാത്ത ആ ഞണ്ട് ആ കൊളുത്തും ഇറുക്കിക്കൊണ്ടുപോയി, മുറിച്ചു കൊണ്ടുപോയി. വീണ്ടും വന്നൊരു ഇസ്മിന്റെ പണി കൂടി ചെയ്തു നോക്കി. അതും ഫലം അങ്ങനെ തന്നെ. നേരെ ഉസ്താദും ജ്യേഷ്ഠനുമായ മുഹമ്മദ് മുസ്ലിയാരോട് ചോദിച്ചു, അല്ല കാക്ക, എന്താ ഇസ്മിന്റെ പണിയെടുത്തിട്ടും എന്റെ ചൂണ്ടല് ഞണ്ട് മുറിച്ചു കൊണ്ടുപോകുന്നല്ലോ? ആ നാട്ടിലെ ആമയൂർ, മലപ്പുറം ജില്ലയിലെ ആമയൂർ എന്ന പ്രദേശത്ത് ഉപയോഗിക്കുന്ന പ്രത്യേകമായ ശൈലിയുണ്ട്. എടമണ്ടേ, കിതാബിനുള്ളതൊക്കെ നേരാ നിജല്ലാതെ വിശ്വസിക്കോ എന്നാണ് അനുജനോട് ജ്യേഷ്ഠൻ ആമയൂര് മുഹമ്മദ് മുസ്ലിയാരെ പറ്റി പറയാറുള്ളത്. ആമൂര്യാര് പറഞ്ഞ കിതാബ് നോക്കണ്ട എന്നാണ്. അതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞാൽ അത് കിതാബിലുണ്ടാകുമെന്ന് ഉറപ്പു തന്നെ എന്നാണ്. വേറെ ഒരർത്ഥം ചില ആളുകൾ പറയാറുണ്ട്, അത് കിതാബിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല, മൂപ്പരങ്ങനെ പറയുന്നതാണ് എന്നുണ്ട്. രണ്ടായാലും ശരി, അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു. അപ്പൊ ഇസ്മിന്റെ പണി എന്നുള്ളത് അലി അക്ബർ മൗലവി ഇത് കേട്ടപ്പോഴാണ് നമ്മളെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബുകൾ പലതും ഉണ്ട്, ആ കിതാബിലുള്ളത് പലതും ശരിയല്ല എന്ന് ഇൽമിന്റെ ബഹറായ തന്റെ ജ്യേഷ്ഠനായ ഉസ്താദും കൂടിയായ മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞപ്പോ ഇസ്മിന്റെ പണി, ഇസ്മ പറഞ്ഞ പേര്, ഇത് പേരിനൊരു പണിയാണ്. ഞണ്ടിറിക്കാതെക്കണമെങ്കിൽ ഞണ്ടില്ലാത്തോടത്ത് കൊണ്ടുപോയി ഇടണം. ഞണ്ടിന്റെ വായിലേക്ക് ഇട്ട് കൊടുത്താൽ ഞണ്ടിന്റെ ഇറുക്ക് കൊണ്ട് അത് മുറിച്ചു കളയും. ഞണ്ടില്ലാത്തോടത്ത് ഇട്ടിട്ടേ കാര്യമുള്ളൂ. ഇത് പേരിനുള്ള പണിയാണ്, ഉപകാരം ചെയ്യാനുള്ള പണിയല്ല. അസ്മാഉ ത്വൽസമാത്തുമായി നടക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ടാവും. അതൊക്കെ തന്നെ ദുർബല വിശ്വാസികളായ ആളുകൾ കേശി എന്ന് വന്നേക്കാം. പക്ഷേ അതൊക്കെ പേരിനൊരു പണിയാ, അതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്നുള്ളത് ഇതുപോലുള്ള അനുഭവങ്ങളാണ്. ഇന്നത്തെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മുഖ്യ കാര്യദർശിയായ AP അബ്ദുൽ ഖാദിർ മൗലവി കവലകളിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ വാഴ്ന്നു പറഞ്ഞ് നടന്നിരുന്ന വ്യക്തിയാ. അങ്ങനെ പ്രസംഗിച്ച് മുജാഹിദുകൾക്ക് എതിര് പറഞ്ഞ് ആ വാഴ്ന്നിന് മറുപടി പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞ് പിന്നെ മറുപടി പറയാൻ കിട്ടാനില്ല. പണ്ടത്തെ ആലിമീങ്ങൾ ഇന്നത്തെ പോലെയല്ലല്ലോ. ഖുനൂത്ത് ഓതാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ലഈഫായ വിശ്വസിക്കാൻ, സ്വീകരിക്കാൻ, അമല് ചെയ്യാൻ കൊള്ളാത്ത ആ ഹദീസ് ഉദ്ധരിക്കുകയല്ലാതെ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന ആയത്ത് പണ്ടത്തെ മുസ്ലിയാക്കന്മാര് ഓതാറില്ല. ആ ആയത്തിന്റെ അർത്ഥം അതല്ലെന്നവർക്കറിയാം. ആയത്തിനെ തൊട്ട് കളിക്കാൻ അവർക്ക് പേടിയായിരുന്നു. ഈ നന്ദിയിൽ വെച്ച് പണ്ട് നടന്ന വാദപ്രതിവാദം, പൂനൂരിൽ വെച്ച് പണ്ട് നടന്ന വാദപ്രതിവാദം പ്രായം ചെന്ന തലനരച്ച 80ഉം 90ഉം കഴിഞ്ഞ കാരണവന്മാർക്കറിയാം. പൂനൂരിൽ വെച്ച് എടവണ്ണ അലവി മൗലവിയുടെ ചോദ്യം പതി അബ്ദുൽ ഖാദിർ
ഖാദിർ മുസ്ലിയാരോട് മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് തെളിവായ ഖുർആനിൽ നിന്നൊരായത്ത് ഉദ്ധരിക്കാമോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, നിങ്ങളാണ് ആദ്യം ചോദിക്കേണ്ടത് എന്ന് നമ്മുടെ വ്യവസ്ഥയിൽ ഇല്ലാത്തതിനാൽ നിങ്ങൾ ചോദിച്ചത് ശരിയല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അലവി മൗലവി പറഞ്ഞു, ആരാദ്യം ചോദിക്കണമെന്ന് വ്യവസ്ഥയിൽ ഇല്ലാത്തതിനാൽ ആർക്കും ചോദിക്കാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. വീണ്ടും പതി പറഞ്ഞു, ആരാണ് ആദ്യം ചോദിക്കേണ്ടതെന്ന് വ്യവസ്ഥയിലില്ലെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതിനർത്ഥം നിങ്ങൾക്ക് ചോദിക്കാം എന്നല്ലല്ലോ എന്നാ പതി വീണ്ടും പറഞ്ഞത്. അങ്ങനെ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും പറഞ്ഞ് നേരം വെളുത്തുപോയി. ഉണ്ട് മൗലവി ഉണ്ട് എന്ന് കൊട്ടപ്പുറത്ത് വെച്ച് സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ ഉണ്ട് മൗലവി ഉണ്ട് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ എന്ന ആയത്ത് ഉദ്ധരിച്ചതുപോലുള്ള ആയത്ത് ഉദ്ധരിക്കാൻ കൊമ്പും തുമ്പിയും ഉണ്ടായിരുന്ന പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർക്ക് കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലെ പഴയ നേരത്തെ സയ്യിദ് മുഹമ്മദ് ഐദീദ് തങ്ങൾ സൂചിപ്പിച്ച വറഉള്ള പണ്ഡിതന്മാർക്ക് അല്ലാഹുവിന്റെ കിതാബിനെ തൊട്ട് കളിക്കാൻ ഭയമായിരുന്നു. വേറെ ചില മസ്അലകളൊക്കെ പറഞ്ഞു ഒപ്പിക്കുകയായിരുന്നു. പണ്ട് ഒരു ഞാൻ കഥ പറഞ്ഞെന്റെ സമയം കളയുന്നില്ല, ഒരു തമാശ ഞാൻ കേട്ടിരുന്നു, അത് ഓർത്തുപോയതാണ്. ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ പറ്റി വന്ന് പരാതി പറഞ്ഞപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ വന്ന് പരാതി പറയും, അതിന് നിങ്ങൾ മറുപടി പറഞ്ഞെന്നെ രക്ഷപ്പെടുത്തണമെന്ന് ഒരു ഉസ്താദിനോടൊരാൾ പറഞ്ഞു അത്രേ. കാര്യമൊന്നും ഞാനിപ്പോൾ വ്യക്തമായി പറയുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലെ കാണേണ്ട പോലെ ഉസ്താദിനെ കണ്ട് മറുപടി പറയണമെന്ന് ധരിപ്പിച്ചപ്പോൾ ആ മനുഷ്യന്റെ ഭാര്യ വന്ന് രാത്രി നമസ്കരിക്കുമ്പോൾ തുണി ഉടുക്കേണ്ടതില്ല എന്ന് കിതാബിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വല്ലാത്തൊരു കുഴഞ്ഞ ചോദ്യമാ മോളെ നീ ചോദിച്ചത്, നീ അവിടെ നിൽക്ക്, ഞാനൊന്ന് കിതാബ് നോക്കട്ടെ എന്ന് പറഞ്ഞ് കിതാബ് കുറെ നോക്കി 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 അവസാനം പറഞ്ഞു, നാളാലൊരു നാളിൽ രാവാലൊരു രാവിൽ അബ്ദുള്ള എന്നോവർ ഇങ്ങനെ ചെയ്തതായി പറയപ്പെടുന്നു. ആരാണ് ഈ അബ്ദുള്ള? ഓള പുതിയാപ്പള, നേരത്തെ വന്നുപോയ മനുഷ്യൻ. ആ നാളേതാ, ആ രാവേതാ? കഴിഞ്ഞ രാവ് തന്നെ, വേറെ ഒന്നുമല്ല. ഇങ്ങനെയൊക്കെ സൂത്രത്തിൽ ഇങ്ങനെ ഭാര്യനും ഭർത്താവിനും തെറ്റിക്കാതെ കാര്യം കഴിച്ചിലാക്കി കൊണ്ട് നടക്കുമായിരുന്നു പഴയ ആളുകൾ. ഇന്നാണെങ്കിലോ രാത്രിയെ നിങ്ങൾ കുടുപ്പാക്കിയിരിക്കുന്നു എന്നല്ലാഹു പറഞ്ഞ സ്ഥിതിക്ക് പാന്റിന്റെ മുകളിൽ തുണിയെടുക്കേണ്ടതുണ്ടോ എന്ന് ന്യായം പറയുന്ന ആളുകളെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുക. പണ്ടുള്ളവർ ആയത്തോതിക്കൊണ്ട് ഇങ്ങനെ കളിക്കുമായിരുന്നില്ല. പണ്ടത്തെ ആളുകൾ പറഞ്ഞിരുന്നത് ഇതുപോലെയാണ്, നാളാലൊരു നാളിൽ രാവാലൊരു രാവിൽ അബ്ദുള്ള എന്നോവർ ചെയ്തതായി പറയപ്പെടുന്നു എന്ന് പറഞ്ഞ് അവളെ പതുക്കെ തിരിച്ചയക്കുകയാണ് ചെയ്തിരുന്നത്. ആ ഒരു വ്യത്യാസമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇന്ന് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, ഹദീസുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാഇന്റെ മദ്ഹബിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം മുഖല്ലിദുകളാണെന്ന് പറയുന്നവർ മുജ്തഹിദുകളായി, മുഹർരിഫീങ്ങളായി, മുബ്തിലീങ്ങളായി ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ് ഇന്ന് മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ അധികം നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും സ്വീകരിക്കണമെന്നാണ്. അല്ലാഹു പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞത്, ഖുലഫാഉർ റാഷിദീങ്ങൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അയിമ്മത്തുൽ അർബഅത്ത് മാത്രമല്ല പിൽക്കാലത്ത് വന്ന മുജദ്ദിദീങ്ങളൊക്കെ ആ മാർഗം സ്വീകരിച്ചവരാണ്. യാ ബുനയ്യ ഇജ്അലിൽ കിതാബ വസ്സുന്നത അമാമക. മുഹീദ്ദീൻ ശൈഖ് മുഹീദ്ദീൻ മാലയിൽ കാണുന്ന, ഖുതുബിയത്തിൽ കാണുന്ന, അവർ സ്വന്ന ബൈത്തിൽ കാണുന്ന, മുഹീദ്ദീൻ റാത്തീബിൽ കാണുന്ന, വേറെയുള്ള മാലകളിലും മറ്റും കാണപ്പെടുന്ന പോലെ ഉള്ള വിശ്വാസക്കാരനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഗൈബിൽ കാണുന്ന, ഫതുഹുർ റബ്ബാനിയിൽ കാണുന്ന ആ കിതാബുകൾ ഓതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന വിശ്വാസം എന്തോ അതാണ് മുഹീദ്ദീൻ
ഷെയ്ഖിന്റെ വിശ്വാസം, അതാണ് മുജാഹിദീങ്ങൾ വെച്ചു പുലർത്തുന്ന വിശ്വാസം, അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ആ മാർഗമാണ് ഇതുവരെ പിന്തുടർന്നു വരുന്നത്. എന്നാൽ ഇമാമിങ്ങളെ തള്ളിക്കളയുകയല്ല, ഔലിയാക്കളെ നിഷേധിക്കുകയല്ല, 4 ഇമാമുകളെയും സ്വീകരിക്കുകയാണ്. ഈ 4 ഇമാമുകളും പറഞ്ഞതിൽ ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്നത് സ്വീകരിക്കണം. ആ കിതാബിനോടും സുന്നത്തിനോടും യോജിക്കാത്തത് ആര് പറഞ്ഞാലും അത് തള്ളിക്കളയണം, സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഇമാമിങ്ങളെ പോലെ തന്നെയാണ് മുഹീദ്ദീൻ ഷെയ്ഖിനെ പോലുള്ള ആളുകൾ ഔലിയാക്കളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച്, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരെ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്നവരല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരികയില്ല. ആരാണ് അവന്റെ ഔലിയാക്കൾ? അവർ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമാണ്. കുളിക്കാതെ നടക്കുന്ന, നഗ്നത മറക്കാതെ നടക്കുന്ന, വൃത്തികേടായി നടക്കുന്ന, നോമ്പനുഷ്ഠിക്കാതെ റമദാൻ കഴിച്ചുകൂട്ടുന്ന, ഫർദ് നമസ്കാരം നിർവഹിക്കാത്ത, ഫർദും സുന്നത്തും ചെയ്യാതെ താന്തോന്നിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട വൃത്തിഹീനരായ ആളുകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല, അവന്റെ റസൂല് പറഞ്ഞിട്ടില്ല. അത്തരം ഔലിയാക്കളെ പറ്റി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റില്ല. ഇതിലേക്ക് കടന്നുകൂടിയ വ്യാജസിദ്ധന്മാർ, വ്യാജ ഔലിയാക്കൾ, വ്യാജന്മാരുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വ്യാജ ഔലിയാക്കളെ പിൻപറ്റുവാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, എനിക്ക് ശേഷം ഇവിടെ സംസാരിക്കാനിരിക്കുന്ന പണ്ഡിതന്മാർ അവരുടെ അനുഭവങ്ങൾ പറയും. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസ കാര്യങ്ങളാവട്ടെ, ആരാധനാ കർമ്മങ്ങളാവട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, ആചാരങ്ങളാവട്ടെ, അതൊക്കെ തന്നെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇമാം ഷാഫിയോ മറ്റുള്ള ഇമാമിങ്ങളോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്ന കാര്യങ്ങൾ, പൂർവീകരായ സലഫുകൾ, മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ മനസ്സിലാക്കി സ്വീകരിച്ച് ആചരിച്ചു പോരുന്നതാണ് എന്നുള്ളതും തെളിയിക്കുവാൻ സാധിക്കും. അതല്ലാതെ മൗലവിമാരിരുന്ന് ആലോചിച്ചുണ്ടാക്കിയ അവരുടെ അഭിപ്രായങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത്തരം അഭിപ്രായങ്ങൾ മതമായി സ്വീകരിക്കുവാൻ പാടില്ല എന്ന ഉറച്ച നിലപാടാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിനുള്ളത്. ഞാൻ അവസാനമായി സൂചിപ്പിക്കുന്നത്, ഈ പ്രസ്ഥാനം വളർന്നുണ്ടായത് ഇങ്ങനെയാണ്. ഈ സത്യം ബോധ്യപ്പെട്ടപ്പോൾ പല കിതാബിലുമുള്ളത് അടിസ്ഥാനരഹിതമാണ്. 10 കിതാബ് എന്ന് പറയുന്നു, 12 കിതാബിന് 10 കിതാബ് എന്ന പേര്. അതിൽ ഹദീസ് എന്ന് പറയുന്നു വറുബിയ വറുബിയ വറുബിയ. ആ റുബിയ ആരാണ് റിവായത്ത് ചെയ്തതെന്ന് അതിലില്ല. അതുകൊണ്ട് തന്നെ അത് സഹീഹാണോ ദഈഫാണോ മൗളൂആണോ ആരെങ്കിലും പരിശോധിക്കാറുണ്ടോ? അതേപോലെ തന്നെ അസ്മാഇന്റെ കിതാബുകൾ, തൽസമാത്തിന്റെ കിതാബുകളൊക്കെ ഇങ്ങനെയുള്ള ഹീലത്തിന്റെ കിതാബുകൾ അടിസ്ഥാനരഹിതമായ വിശ്വാസയോഗ്യമല്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നതുമാണ്. ഇക്കാരണത്താൽ തന്നെ അല്ലാഹുവിന്റെ കിതാബിലേക്കും പ്രവാചകന്റെ സുന്നത്തിലേക്കും അല്ലാഹുവിനെ പേടിയുള്ള, പരലോകത്തിൽ വിശ്വസിക്കുന്ന, തന്റെ ജീവിതത്തിൽ മോക്ഷം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കിതാബ് ഓതിയവരും ഓതാത്തവരുമായ ആളുകൾ നാൾക്ക് നാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആ അംഗബലം കണ്ടുകൊണ്ടല്ല, ഏതെങ്കിലും വ്യക്തികളെ കണ്ടുകൊണ്ടല്ല, ഒരാളുടെ വേഷഭൂഷാദികൾ കണ്ടുകൊണ്ടല്ല, ഒരാളുടെ ശൈലിയും മറ്റും കണ്ടുകൊണ്ടല്ല മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തോട് പറയുന്നത് അല്ലാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തുമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്, അതിലേക്ക് ജനങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഈ സംസാരം കേൾക്കുന്ന, എനിക്ക് ശേഷം ഇവിടെ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരുടെ അനുഭവങ്ങളിലൂടെ അവർ സത്യത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെ എന്നത് നിങ്ങൾ സശ്രദ്ധം വീക്ഷിക്കണം. നിങ്ങളുടെ ഭാവിയെ പറ്റി നിങ്ങൾ ഓർക്കണം. അവിടെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരും വരില്ല. നിങ്ങളുടെ വിശ്വാസവും കർമ്മമാണ്
നിങ്ങളുടെ രക്ഷക്ക്. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ആത്മപരിശോധന നടത്തി സത്യത്തിന്റെ മാർഗം നിങ്ങൾ തെരഞ്ഞെടുക്കുക. സർവശക്തൻ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹാബതിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രൗഢമായ വിവരണത്തിലൂടെ ആമുഖ ഭാഷണം ധന്യമാക്കിയ എം അബ്ദുറഹ്മാൻ സലഫിക്ക് കൃതജ്ഞത അറിയിക്കുകയാണ്. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് മഹ്മൂദ് ബാക്കവി മഞ്ചേശ്വരം അവർകളാണ്. 1991 വെല്ലൂർ ബാക്കിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ബാക്കവി ബിരുദം പൂർത്തിയാക്കി തുടർന്ന് കാസർഗോഡ് സിറിയ ജുമാഅത്ത് പള്ളിയിൽ ഖത്തീബും സദറുമായും പള്ളിക്കര തൊട്ടി ജുമാഅത്ത് പള്ളി, കല്ലാർ ജുമാഅത്ത് പള്ളി എന്നിവിടങ്ങളിൽ ഖത്തീബായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മാർഗത്തിൽ ഭാഷണങ്ങളിലൂടെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കൂടെ പ്രവർത്തിച്ചു വരികയാണ്. മഹ്മൂദ് ബാക്കവിയെ ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. اللهم صل على محمد وعلى آل محمد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. സ്നേഹമുള്ള പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫضലുകൊണ്ട് ഈ വേദിയിൽ നാം ഒരുമിച്ച് കൂടുവാനും ഇസ്ലാം ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുവാനും പരിചയപ്പെടുവാനും അവൻ സാധിപ്പിച്ചു തന്നതിൽ ആദ്യമായി തന്നെ അവനെ നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്. ഒരു ഉത്ബോധനം നടത്തുന്ന പ്രസംഗം എന്ന രീതിയിലല്ല ഞാൻ നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കുന്നത്. മറിച്ച് എനിക്ക് ആദർശപരമായി മാറ്റം സംഭവിക്കുവാനുള്ള അനുഭവം എന്ത്, അതിന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്നതാണ് എൻ്റെ ഈ ചെറിയ സമയങ്ങളിൽ നിങ്ങളെ കേൾപ്പിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്തിലുള്ള ഒരു സംഭവം. എൻ്റെ വീട്ടിൽ സാധാരണ ഒരു പൂവൻ കോഴിയെ മുഹീദ്ദീൻ ഷേഖിനെ നേർച്ചയാക്കാറുണ്ട്. റബിയുൽ ആഖിർ 11 അന്ന് അതിനെ അറുത്തിട്ട് പള്ളിയിലെ മൊല്ലാക്ക വന്നിട്ട് ദിക്റ് ചൊല്ലും. 11:10 അട്ടിയായി ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ആ കോഴിയുടെ ഇറച്ചി മുഴുവനും അയാളുടെ മുമ്പിൽ വെക്കും. ചെറിയ മക്കളായ ഞങ്ങൾക്ക് തിന്നാൻ വളരെയേറെ കൊതി, ഉമ്മ തരുമില്ല. കാരണം അത് മുഹീദ്ദീൻ ഷേഖിനെ നേർച്ചയാക്കിയതാണ്. പള്ളിയിലത്തെ ഉസ്താദ് ദിക്റ് ചൊല്ലിയിട്ട് അത് തിന്നാതെ നമുക്ക് തിന്നൽ ഹലാലല്ല. അപ്പൊ വേറെ എന്തെങ്കിലും ചാറുണ്ടാക്കും. ആ ചാറും ആ എണ്ണിയ പത്തിരല്ലാത്ത വേറെ 10 ഉമ്മ തന്നിട്ട് ഞങ്ങളെ ഉറക്കും. അതിന് അന്നത്തെ വേസന്മാർ പറയുന്നതന്നെ ആദരവായ കോഴിയാണ്. അതിനാരും കല്ലെറിയില്ല. ഇതെന്റെ ചെറിയ പ്രായത്തിലുള്ള ഒരു അനുഭവം. അഥവാ മരിച്ചുപോയ പുണ്യാത്മാക്കൾക്ക് നേർച്ചയാക്കുക എന്ന സമ്പ്രദായം ഉണ്ട്. പിന്നീട് എന്റെ ചെറുപ്പകാലത്ത് തന്നെ ചിക്കമംഗളൂർ ഭാഗത്ത് കർണാടക സ്റ്റേറ്റിലാണ് ദാദാ ഹയാത്ത് എന്ന ദർഗയുണ്ട്. കുടുംബസമേതം ഞങ്ങൾ അവിടത്തേക്ക് ഒരു ടൂർ പോയി. ആ ദർഗയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം പുറത്ത് തേങ്ങ ഉടച്ചിട്ട് വേണം അകത്ത് പോകുന്നത്. എനിക്കറിയില്ലല്ലോ എന്ത് ഇതെന്ന്, ചെറിയ പ്രായമല്ലേ. ആ ദർഗയുടെ ഉള്ളിൽ ഒരു ഗുഹ ഉണ്ട്. അവിടുന്ന് മണ്ണ് എന്റെ ഉപ്പ കൊണ്ടുവന്നിരുന്നു. ഈ എനിക്കും വയറുവേദനയുള്ള സമയത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിപ്പിച്ചിരുന്നു. അവിടെ തേങ്ങ ഉടക്കാൻ വേണ്ടി നേർച്ചയാക്കിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ആ തേങ്ങയെ ക്ലിയറാക്കി കൊണ്ടുപോകണം. അപ്പോ കോഴിനെയും അല്ലാത്തതും മരണപ്പെട്ട പുണ്യാത്മാക്കൾക്ക് നേർച്ചയാക്കുന്നുണ്ട്.
പിന്നെ ഞാൻ മദ്രസയിൽ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അന്ന് പട്ടിണിയുടെ ജീവിതമാണ്, ഫക്കീറന്മാരായി ജീവിക്കുന്ന കാല. റേഷൻ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഡ്രസ്സാണ് ധരിക്കുന്നത്. ഉപ്പ ദർസിൽ കൊണ്ടുപോയി ചേർത്ത് ഉച്ചിലങ്കോട്, അവിടെ കഞ്ഞി ഉണ്ടാകും, ഭക്ഷണവും അവിടെ തന്നെ ഉണ്ടാകും. പിന്നീട് മറ്റൊരു ദർസിലേക്ക് പോയി. അങ്ങനെ 10 കിതാബിന്റെ അവസാന ഭാഗത്തുള്ള നൂറുൽ അബ്സാർ അത് അല്പം പഠിച്ചു. കൂടുതലൊന്നും ചിന്തിച്ചില്ല. ചെറിയ പ്രായമാണ്. ഫതുഹുൽ മുഈൻ ഉസ്താദ് പഠിപ്പിക്കുന്നു. ഫതുഹുൽ മുഈൻ പഠിക്കുന്ന സമയത്ത് ഞാൻ മാണിക്കോത്താണ് ഉള്ളത്, കാഞ്ഞങ്ങാട്. ജുമയുടെ പാഠത്തിൽ കാണാം വയുഖറഹു തസ്യീനു ഗൈറുൽ കഅബ കമശഹദി സ്വാലിഹിൻ ബിഗൈരി ഹരീർ വലൗ ലിംറഅ. കഅബയല്ലാത്തത് അലങ്കരിക്കൽ കറാഹത്താക്കപ്പെടും. കഅബയല്ലാത്തത് ഏതുപോലെ? സജ്ജനങ്ങളുടെ ഖബർ പോലെ എന്ന ഒരു വിഷയം ജുമയുടെ പാഠത്തിലുണ്ട് ഫതുഹുൽ മുഈനിൽ. മാണിക്കോത്ത് ഉറൂസ് നടക്കുന്നുണ്ട്, കാളിയാരുടേത്. കാളി ഹസൈനാർ വലിയുള്ള എന്നാ പറയുന്നത്. അപ്പൊ അതിനൊക്കെ പെയിന്റ് അലങ്കാരമൊക്കെ ചെയ്യുന്നത് മുഅല്ലിംകളാ. മുതഅല്ലിങ്ങളാകുന്ന ഞങ്ങളും ഹെൽപ്പ് ചെയ്യും. കാരണം കമ്മിറ്റിക്കാർക്ക് ചെറിയ കൂലി കൊണ്ട് പണി നടക്കും. ഏതായാലും ഒരു മാസത്തെ മാർഗമല്ല ലാഭം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മുഅല്ലിംകൾ തന്നെ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യും. അള്ളാഹുവിന്റെ ഈ പള്ളി, ഇതിന്റെ അവസ്ഥ എന്ത്? ഉറൂസ് കഴിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ ദർഗയെ അലങ്കരിക്കുന്ന അവസ്ഥ നോക്ക് എന്നൊക്കെ അന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഫിഖഹിന്റെ ഈ ഇബാറത്ത് കാണുമ്പോൾ കുറച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങി. അതേ മാണിക്കോത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു 7 വർഷത്തോളം ഭക്ഷണം കഴിച്ച, എനിക്ക് ഭക്ഷണം തന്ന എന്റെ വീട്ടുകാരൻ ഷാർജയിൽ മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അയാളുടെ വീട്ടിൽ ഞങ്ങൾ കണ്ണോക്കിന് വേണ്ടി പോയി. 11ഓളം മുഅല്ലിംകളും അന്ന് 17 മറ്റോ ഞങ്ങൾ മുതഅല്ലിങ്ങളുണ്ട്. പോയിട്ട് അവിടെ കട്ടൻ ചായയും അവലും തന്നത് ഞങ്ങൾ